പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിന്റെ ആകാശത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. 41 വർഷങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തേക്ക് ഒരു ഇന്ത്യൻ പൗരൻ പോവുകയാണ്. രാകേഷ് ശർമ്മ പോകുന്നത് 84-ലാണ്. 85-ലാണ് ശുഭാംശു ശുക്ല ജനിക്കുന്നത്. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ ശേഷം അതിനടുത്ത വർഷം ജനിച്ച ശുഭാംശു ശുക്ല വീണ്ടും ഇന്ന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ 6 തവണ മാറ്റിവെക്കപ്പെട്ട ഒരു ദൗത്യമാണ് ആക്സിയം 5. ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തോടെ ഈ ദിവസത്തെ വാർത്തകൾ നമുക്ക് തുടങ്ങാം. പ്രധാന തലക്കെട്ടുകളിലേക്ക്. യുദ്ധം അവസാനിച്ചതോടെ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഇന്നലെ രാത്രി പരസ്പരം ആക്രമിക്കാതെ ഇറാനും ഇസ്രയേലും ഇറാനിൽ നിന്ന് 282 ഇന്ത്യക്കാരെ കൂടി തിരിച്ചെത്തിച്ചു. ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തി. ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർത്തിട്ടില്ലെന്ന പെന്റഗൺ റിപ്പോർട്ടും തള്ളി ട്രംപ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. നിലമ്പൂരിൽ തോറ്റതെങ്ങനെയെന്ന് വിലയിരുത്താൻ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. രാവിലെ സെക്രട്ടേറിയറ്റ് ചേരും. നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് രൂക്ഷ വിമർശനത്തിന് സാധ്യത. അടിയന്തരാവസ്ഥക്കാലത്തെ RSS കൂട്ടുകെട്ട് പരാമർശം പരാജയ കാരണമായെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കവും ചർച്ചയാകും. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പ്രദർശനാനുമതി വൈകുന്നതിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് നിർമ്മാതാക്കൾ. ചിത്രം തിയേറ്ററിൽ എത്തേണ്ടിയിരുന്നത് വെള്ളിയാഴ്ച. ജൂലൈ 1 മുതൽ ട്രെയിൻ യാത്രാ നിരക്കുകൾ കൂടും. AC ക്ലാസുകളിൽ 2 പൈസയുടെ വർധന. 500 കിലോമീറ്റർ വരെ ഓർഡിനറി സെക്കൻഡ് ക്ലാസ് നിരക്ക് വർധനയില്ല. കാത്തിരിപ്പിനൊടുവിൽ ശുഭാംശു ശുക്ല ഇന്ന് ബഹിരാകാശത്തേക്ക്. ആക്സിയം വിക്ഷേപണം ഉച്ചയ്ക്ക് 12:01. നാളെ വൈകിട്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തും. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് തോൽവി. അവസാന ദിവസം അനായാസം ജയിച്ച് ഇംഗ്ലണ്ട്. ജയം ഉറപ്പാക്കിയത് 188 റൺസ് അടിച്ചെടുത്ത ബെൻ ടക്കറ്റ് സാക് ക്രോലി ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അടുത്ത ടെസ്റ്റ് ജൂലൈ 2 ബർമിംഗ്ഹാമിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് സമാധാനത്തിന്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ 12 ദിവസം കൃത്യമായി പറഞ്ഞാൽ, എന്നും നമ്മൾ അശാന്തിയുടെ വാർത്തകളിലേക്കാണ് തുടക്കത്തിൽ തന്നെ പോയിരുന്നത്. അതിന് ഒരു വിരാമമായിരിക്കുന്നു, അർത്ഥവിരാമമെങ്കിലും ആയിരിക്കുന്നു. ഇറാനിലും ഇസ്രയേലിലും നീണ്ട 13 ദിവസങ്ങൾക്ക് ശേഷം വെടിയൊച്ച കേൾക്കാത്ത ഒരു രാത്രി കടന്നു പോയിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിയത്. ജൂൺ 13 ആരംഭിച്ച സംഘർഷത്തിൽ ഇസ്രയേലും ഇറാനും അമേരിക്കയും വിജയം അവകാശപ്പെട്ട് രംഗത്തെത്തി. അതേസമയം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വിജയകരമായില്ലെന്നാണ് അമേരിക്കയിൽ നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്. നിർണായക നാറ്റോ യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ. അഭിലാഷ്, പശ്ചിമേഷ്യയിലെ അശാന്തിയുടെ വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ഇന്ന് സമാധാനത്തിൻ്റെ ഒരു പുലരിയാണ്. ഇന്നലെ പ്രത്യേകിച്ച് പിന്നീട് ആക്രമണങ്ങളൊന്നും പരസ്പരം ഉണ്ടായിട്ടില്ല, പ്രകോപനം ഉണ്ടായിട്ടില്ല. ഇനി ആർക്കാണ് വിജയം, ആരാണ് തോറ്റത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും അല്ലെങ്കിൽ അവകാശവാദങ്ങളും ഒക്കെ നിറയുന്ന സമയമാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന്. ഈ ദിവസം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ? ശ്രീജ പറഞ്ഞതുപോലെ ഒരു ആശ്വാസം നൽകുന്ന, ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ജൂൺ 13 മുതൽ 13 ദിവസങ്ങളോളം നീണ്ടുനിന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് ഇന്നലെ രാത്രി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇറാനും ഇസ്രയേലും
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാത്ത ഒരു രാത്രിയാണ് ഇന്നലെ കടന്നുപോയത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള സംഘർഷം അത് നടന്നിരുന്നു. അതിൽ പിന്നീട് അമേരിക്ക ഇടപെടുന്നു. പിന്നെ അത് ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അതിനുശേഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെയധികം വിമർശിച്ചുകൊണ്ട് അത് ഇസ്രയേലിനെ എടുത്തു പറഞ്ഞതുകൊണ്ട് ഒരു തരത്തിലും ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവാൻ പാടില്ല എന്ന് വലിയ രീതിയിലുള്ള ഒരു താക്കീത് തന്നെ ഇസ്രായേലിന് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാവാത്ത ഒരു രാത്രി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം പശ്ചിമേഷ്യ ഒരിക്കലും ഒരു യുദ്ധസമാനമായ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ആക്രമണമൊന്നും ഉണ്ടായില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗാസയിലേക്ക് ഇപ്പോഴും നിരന്തരമായ ഒരു ആക്രമണം നടക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷം തൽക്കാലത്തേക്ക് ഒഴിവായി എന്ന് നമുക്ക് പറയാം. അതേസമയം ഗാസയിലേക്ക് നടക്കുന്ന ആക്രമണങ്ങളിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഈ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം വിജയകരമായില്ലെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്ക തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഫോർദോയിലും നദാൻസിലും ഇസ്ഫഹാനിലും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ബങ്കർ ബസ്റ്റേഴ്സ് ബോംബ് ഉപയോഗിച്ച് വലിയ ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണം വലിയ വിജയകരമായിരുന്നെന്നാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ വരെ അതിനെക്കുറിച്ച് അവിടെ ഏതൊക്കെ തരത്തിലുള്ള കേടുപാടുകളാണ്, നാശനഷ്ടങ്ങളാണ് ഇറാൻ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ വ്യക്തത ആർക്കും നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്കകത്തു നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് ഇറാന്റെ ഒരു ആണവ കേന്ദ്രങ്ങളിലും അമേരിക്ക പറഞ്ഞ തരത്തിലുള്ള ഒരു കേടുപാടുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് അമേരിക്ക ഇപ്പോൾ തള്ളി വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനൊരു റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ പറയുന്നതൊന്നും കാര്യങ്ങളൊന്നും കൃത്യമല്ല. ഇതിൻ്റെ എത്രത്തോളം അടിസ്ഥാനം ഉണ്ട് ഈ റിപ്പോർട്ടിന്, പുറത്തു വന്ന റിപ്പോർട്ടിന് എന്നുള്ളതൊക്കെ അമേരിക്ക ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ വെടിനിർത്തൽ, ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും ഈ കഴിഞ്ഞ 13 ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു ആക്രമണത്തിൻ്റെ വിജയം തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി നമ്മൾ ഒഴിവാക്കിയെന്നും ഈ ഒരു ആക്രമണത്തോടെ അത് ഒഴിവായി എന്നുമൊക്കെയുള്ള അവകാശവാദങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. ഇറാന്റെ ഒരു ആണവ കേന്ദ്രത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ 13 ദിവസം നീണ്ട ആക്രമണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിൽ നിന്ന് ഈ ആക്രമണം തുടങ്ങി വെച്ച ഇസ്രായേൽ എന്ത് നേടി, അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം നിന്ന അമേരിക്ക ഈ 13 ദിവസം നീണ്ട ആക്രമണങ്ങളിൽ നിന്ന് എന്ത് നേടിയെന്നുള്ള ചോദ്യം ശക്തമായി ഉയരുകയാണ്. കാരണം ഈ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തുമുണ്ടായി. ഒരു ഒടുവിൽ ഖത്തറിനെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. എന്നിട്ട് ഇത്തരത്തിൽ 13 ദിവസം നീണ്ട യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലും ബെന്യാമിൻ നെതന്യാഹുവും എന്താണ് നേടിയത്? ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ അവസാനിച്ചോ? ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ അടുത്ത മണിക്കൂറുകൾ മുതൽ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയതും വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വരുന്നതും. ഇന്ന് നെതർലാൻഡ്സിലെ ഹേഗിൽ നാറ്റോയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപും പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വെടിനിർത്തലും അതുമായി ബന്ധപ്പെട്ട ആക്രമണവും അതുപോലെ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ എന്താണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സീസ്ഫയറിൻ്റെ നിലപാടെന്നും മറ്റു മണിക്കൂറുകളിൽ കൂടുതൽ ആക്രമണത്തിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികളുമൊക്കെ ഈ മീറ്റിംഗിൽ ചർച്ചയാകും. എന്തായാലും നമുക്ക് ഏറ്റവും ആശ്വസിക്കാനുള്ള വിവരം, കഴിഞ്ഞ ഒരു ദിവസം ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീജ.
അഭിലാഷ്, അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കി വെച്ചാണ് ഈ സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി നിലവിൽ വരുന്നതെന്ന് പറയാം. കാരണം ആണവ പദ്ധതി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആണവ പദ്ധതി നിർവീര്യമാക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ഇസ്രയേലും അമേരിക്കയും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നടന്നിട്ടില്ല എന്ന് പെൻറ്റഗൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. മറുവശത്ത് ഇന്നലെ ഈ യാത്രക്കിടെ ട്രംപിനോട് ചോദിച്ചു, അവിടെ ഇറാനിൽ ഭരണമാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അയത്തുള്ള അലി ഖംനയുടെ നേതൃത്വത്തിലുള്ള മത ഭരണകൂടത്തെ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും മുന്നിലുണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊരു ലക്ഷ്യം തനിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഇത്രയും മനുഷ്യരുടെ ജീവൻ, ഇത്രയും സമ്പത്ത്, ഇതൊക്കെ നശിപ്പിച്ചത് പരസ്പരം എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരില്ലേ? ശ്രീജ, ഇപ്പോൾ ഇസ്രായേലിനകത്ത് നടക്കുന്ന അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അധികാരത്തിൽ തുടരാനും അത് നിലനിർത്താനും വേണ്ടിയിട്ട് ബെന്യാമിൻ നെതന്യാഹു കണ്ടുപിടിക്കുന്ന എളുപ്പ വഴിയാണ് അയൽ രാജ്യങ്ങളെ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത രാജ്യങ്ങളെ കയറി ആക്രമിക്കുക എന്നുള്ളത്. ആ ഒരു നീക്കമാണ് നെതന്യാഹു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ അവർ തിരഞ്ഞെടുത്ത രാജ്യം തെറ്റുപോയി എന്ന് വേണം കരുതാൻ. കാരണം ഇറാനിലേക്ക് നടത്തിയ ആക്രമണം, ഇറാനിലേക്ക് 13-ാം തീയതി രാത്രി ഫൈറ്റർ ജെറ്റുകൾ അയച്ചു നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ചെറിയ രീതിയിലുള്ള തിരിച്ചടി നൽകി മിണ്ടാതിരിക്കുമെന്ന് കരുതിയെങ്കിൽ അവിടെയാണ് ഇസ്രായേലും അമേരിക്കയ്ക്കും തെറ്റിയത്. അമേരിക്കയും ഇറാനുമായിട്ട് 5 റൗണ്ട് ചർച്ചകളാണ് ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആണവ ആയുധങ്ങൾ നിർമ്മിക്കരുതെന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടു, ആണവ കരാർ അമേരിക്കയുടെ ആണവ കരാറിൽ ഒപ്പിടണം, കൂടുതൽ അണുവായുധങ്ങൾ നിർമ്മിക്കരുതെന്ന്. പക്ഷേ 6ാമത്തെ റൗണ്ട് ചർച്ച നടക്കാനിരിക്കെ ഇസ്രായേൽ ഒരു രാത്രി ഇറാന് കയറി ആക്രമിക്കുന്നു. പക്ഷേ ആക്രമണം കഴിഞ്ഞ് അതിന് ചെറിയൊരു തിരിച്ചടി നൽകി ഇറാൻ അടങ്ങും എന്നാണ് ഇസ്രായേലും അമേരിക്കയും കരുതിയതെങ്കിൽ അവിടെയാണ് ഇരു രാജ്യങ്ങൾക്കും തെറ്റുപറ്റിയത്. ഇറാൻ തിരിച്ചടിച്ചു, അതിശക്തമായി തിരിച്ചടിച്ചു. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ട് പോകുമ്പോൾ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ തിരിച്ചയച്ചും അയൺ ഡോമിനെ നിർവീര്യമാക്കിക്കൊണ്ട് ടെൽ അവീവിലേക്കും ഹൈഫയിലും അടക്കം നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പാഞ്ഞു. അത് പിന്നെ ഇറാനെ പേടിപ്പിക്കാനായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ബങ്കർ ബസ്റ്റേഴ്സ് ബോംബ് ഉപയോഗിച്ചു. പക്ഷേ ഇതിലൊന്നും കുലുങ്ങാത്ത ഇറാൻ അവസാനം അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ സമയത്താണ് അമേരിക്കയും ഇസ്രായേലും ഞെട്ടിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ, ഇനിയും ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള നഷ്ടം സാമ്പത്തികമായും സൈനികമായും എല്ലാം ലോകം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും ഇത്തരത്തിലൊരു, അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറാനും ഇസ്രായേലും അമേരിക്കയുമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തലിന് വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത്. ആ സമയത്തും വെടിനിർത്തൽ കരാർ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്ന സമയത്തും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത്, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, ഞങ്ങൾക്ക് നേരെ ആക്രമണമില്ലാത്ത പക്ഷം മാത്രം. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടും, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അതിശക്തമായ നിലപാട് ഇറാൻ എടുത്ത സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടുന്നതും വീണ്ടും വെടിനിർത്തൽ നിലവിൽ വരുന്നതും. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഇറാനെ പലതായിട്ട് ഭാഗിച്ച്, അതായത് ഇറാൻ്റെ പരമോന്നത അധികാരിയായ ആയത്തുള്ള അലി ഖമനേയെ വധിച്ച് ഇറാനെ ചെറുതായ പല രാജ്യങ്ങളായി വിഭജിച്ചുകൊണ്ട് അവിടെ തങ്ങൾക്ക് ആവശ്യമായ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടികളിലേക്ക് കടക്കാനായിരുന്നു അമേരിക്കയും ഇസ്രായേലും പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ ആ പദ്ധതികളെല്ലാം താറുമാറാക്കിക്കൊണ്ടാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടി ഉണ്ടായത്. അതിന് റഷ്യയുടെ പിന്തുണയുണ്ടെന്നുമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഇസ്രായേലിലേക്കും ഖത്തറിലേക്കും നടത്തിയ ആക്രമണമാണ് സത്യം പറഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു വലിയ വിജയം എന്ന് പറയാൻ പോലും ഇരു രാജ്യങ്ങളെയും തമ്മിൽ തങ്ങളുടെ ഒരു നെഗോഷിയേഷന് അമേരിക്കയും ഇസ്രായേലിനെയും തയ്യാറാക്കിയത് അവരതിനു വേണ്ടി അത് ഇറാന് സ്വന്തം വിജയമായി തന്നെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് ഇസ്രായേലിനെയും അമേരിക്കയും പോലുള്ള 2 രാജ്യങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞു
എന്നത് അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിൽ അതൊരു വിജയമാണെന്ന് ഇറാന് വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷേ മരിച്ചു വീണ ജീവനുകൾ, നശിപ്പിക്കപ്പെട്ട സമ്പത്ത്, കെട്ടിടങ്ങൾ, ആശുപത്രികൾ അതൊക്കെ അവിടെ അവശേഷിക്കുകയും ചെയ്യും. എന്തായാലും തൽക്കാലം പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ട്. ആ സമാധാനം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് VS ഉള്ളത്. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. അനാരോഗ്യത്തെ തുടർന്ന് 6 വർഷത്തിലേറെയായി പൂർണ്ണ വിശ്രമത്തിലായിരുന്നു VS അച്യുതാനന്ദൻ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, പ്രായം എന്നതൊരു വലിയ ഘടകം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സ്റ്റേബിളായി തുടരാൻ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇന്നത്തെ വിവരങ്ങൾ എപ്പോൾ അറിയാൻ കഴിയും? മരുന്നുകളോട് നേരിയ തരത്തിലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നേരിയ പുരോഗതി മാത്രം. ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിലും അതുതന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നതെന്ന്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ VS അച്യുതാനന്ദൻ തുടരുന്നത്. 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. നമുക്കറിയാം 102 വയസ്സുള്ള ഒരു മുതിർന്ന നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊരു ശാരീരിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ചധിക വർഷങ്ങളായി, നേരത്തെ സൂചിപ്പിച്ച പോലെ 5-6 വർഷമായി പൂർണ്ണ വിശ്രമത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളും അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായ ആശുപത്രിയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങാൻ ഇടയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കും എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെ VSനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്താൻ അനുവാദം ചോദിച്ചിരുന്നെങ്കിലും കുടുംബം ഇപ്പോൾ അത് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് VSനെ നേരിൽ കണ്ടിരുന്നു. എന്തായാലും ഇന്ന് ഒരു 10 മണിയോടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയും. ശരി, ഡാനാണ് VSന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരാനുള്ളത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ വിലയിരുത്താൻ CPMന്റെ നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. അടിയന്തരാവസ്ഥ കാലത്തെ RSS കൂട്ടുകെട്ട് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം പരാജയ കാരണമായി എന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. ഡാൻ കുര്യൻ, ഒരിക്കൽ കൂടി ഡാൻ, ഏറ്റവും പ്രധാനം സ്വരാജിനെ പോലെ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ നേരിട്ട് മത്സരിക്കുകയും CPMന്റെയും LDFന്റെയും മുഴുവൻ സംവിധാനങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോടെ നിന്നൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരാജയമുണ്ടായി, പരാജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ, അതിലപ്പുറം ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിച്ചു, അവിടെ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നൊരു വലിയ ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ്. അത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടാവുമോ? മറ്റെന്തൊക്കെ കാര്യങ്ങളാവും ഇന്നും അടുത്ത 2 ദിവസങ്ങളിലുമായി നടക്കുന്ന നേതൃയോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരിക? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതിന്റെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ അഭിമാന പോരാട്ടമായി കരുതിയത്. അവിടെ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പൊതുവിലയിരുത്തൽ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്ന്, ബൂത്തുകളിൽ നിന്ന് ലഭിക്കാതെ പോയത് എന്നതിനെക്കുറിച്ചുള്ള ഇടകീറിയുള്ള പരിശോധന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും 2 ദിവസങ്ങളായി നടക്കാൻ പോകുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അൻവർ ഇത്രയധികം ഒരു ജയസാധ്യതയുള്ള ഒരു വോട്ടുകൾ അല്ലെങ്കിൽ CPMന് ലഭിക്കേണ്ടിരുന്ന വോട്ടുകൾ അൻവറിന്റെ വോട്ട് ബാങ്കിലേക്ക് എത്തും എന്ന് ഇടത് കേന്ദ്രങ്ങൾ കരുതിയിരുന്നില്ല. അതിൽ
ജാഗ്രതക്കുറവുണ്ടായി, പിഴവുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പൊതുവിലയിരുത്തലിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എത്താനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തുടർന്ന് അവിടെ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ശൈലി എന്തായിരിക്കണം, അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, അതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ 3 ദിവസങ്ങളായി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിന്നീട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും വിശദമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പേര് പറഞ്ഞിട്ടല്ലെങ്കിൽ പോലും MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്ത് പറയണം, എപ്പോൾ പറയണം എന്ന കാര്യത്തിൽ ഒരു ധാരണ വേണം, മൈക്ക് കിട്ടിയാൽ എന്തും പറയരുത് എന്നൊക്കെ വിമർശിച്ചത് ആരെയാണ് എന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു വിമർശനം വന്നാൽ MV ഗോവിന്ദനെ പ്രതിരോധിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ഈ ഒരു കമ്മിറ്റിയിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു തരത്തിലും പ്രസക്തമല്ലാത്ത സമയത്ത് പ്രസക്തമല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചർച്ചകൾ അവസാന ദിവസം വഴിതിരിച്ചു വിട്ടതിൻ്റെ ഒരു ഭാരം എന്തായാലും MV ഗോവിന്ദനിലേക്ക് എത്തില്ലേ? തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അത്തരത്തിലൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന പൊതുവികാരം പാർട്ടിക്ക് മുഴുവനുണ്ട്. പക്ഷേ അതിൽ ഔദ്യോഗികമായി അവർ പറഞ്ഞത് വിശദീകരണം സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകിയതാണ്, ഇനി അതിൽ കൂടുതൽ വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരോക്ഷമായ ഒരു വിമർശനം MV ഗോവിന്ദനെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെടും. വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും വരുന്ന 2 ദിവസം സംസ്ഥാന സമിതി യോഗങ്ങളും നടക്കുകയും ചെയ്യും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിനൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കൂടി ചർച്ചയാകും. പുതുക്കിയ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ ജൂലൈ 1 മുതൽ നിലവിൽ വരും. AC ഇതര മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ യാത്രാ നിരക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിപ്പിക്കുക. AC ക്ലാസുകളുടെ നിരക്ക് വർധന കിലോമീറ്ററിന് 2 പൈസയായിരിക്കും. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് സബർബൻ ടിക്കറ്റുകൾക്കും സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്കും നിരക്ക് വർധനയുണ്ടാവില്ല. 500 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിൽ കിലോമീറ്ററിന് 1/2 പൈസ വർദ്ധിക്കും. പ്രതിമാസ സീസൺ ടിക്കറ്റ് നിരക്കിൽ വർധനയുണ്ടാവില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ എപ്പോഴും ചർച്ചയാവുന്ന നാടാണ് കേരളം. ഇപ്പോൾ ഇതാ ഒരു സിനിമയുടെ പേര്, ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് കാരണം ആ ചിത്രത്തിൻ്റെ റിലീസ് വൈകുന്നത് ഒരു വലിയ ചർച്ചയായി മാറുകയാണ്. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിൻ്റെ പ്രദർശനാനുമതി വൈകുന്നതിൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പ്രദർശനാനുമതിയിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യം. വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രത്തിനാണ് കേന്ദ്ര സെൻസർ ബോർഡിൽ നിന്ന് തീരുമാനം വൈകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതാദ്യമായാണ് ജാനകി എന്ന പേര് ഇത്ര വലിയ പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു പേരിൻ്റെ പുറത്താണ് ഒരു ചിത്രത്തിൻ്റെ റിലീസ് വൈകുന്നതെങ്കിൽ സെൻസർ ബോർഡിന് വിശദീകരിക്കേണ്ടി വരും എന്താണ് ആ പേരിൻ്റെ കുഴപ്പമെന്ന്. ഇന്ന് ഒരു അപ്പീൽ കമ്മിറ്റി ചേരുന്നുണ്ട് ഒരു വശത്ത്. അപ്പോഴാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഇന്നലെ JSKയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു. അവരുടെ ആവശ്യം ഒന്നു മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഒരു വ്യക്തത കൈവരണം. കോടതിയിലടക്കം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പേര് മാറ്റണമെന്ന് മാത്രമാണ്, ജാനകി എന്നൊരു പേര് മാറ്റണമെന്ന് മാത്രമാണ് നിർമ്മാതാവിനെ ഫോണിൽ വിളിച്ച് സെൻസർ ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും രേഖാമൂലം ഒരു മറുപടിയില്ല. അപ്പോൾ സ്വാഭാവികമായും കോടതിയിലേക്ക് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. രേഖാമൂലം ഒരു റിട്ടൺ ഡോക്യുമെന്റായി ഞങ്ങൾക്ക് ഇതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം അവർ പറയുന്നത് ഈ ജാനകി എന്ന പേര് 3 ഭാഷകളിലായി 96 ഇടങ്ങളിലാണ് ഈ ജാനകി എന്ന പേര് ഉച്ചരിക്കുന്നത്. ഇത് മാറ്റുക എന്ന് പറയുന്നത് അതിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് ജാനകി എന്ന പേര് മാറ്റുവാനോ ഇതിന്റെ ഒന്നും തന്നെ ഇവർ ഇതിലൊരു എഡിറ്റ് വരുത്തുവാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിട്ടില്ല എന്ന ഉറച്ച വാദത്തിൽ തന്നെയാണ് അവരിപ്പോഴും നിൽക്കുന്നത്. വ്യാഴാഴ്ചയാണ് പ്രിവ്യൂ കമ്മിറ്റി യോഗം ചേരുന്നത്. അതിനുശേഷം ഈ സിനിമ കാണും. നമ്മൾ ഈ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവർ ഈ സിനിമ കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ജാനകി എന്ന പേര് മാറ്റാൻ ഇവർ ആവശ്യപ്പെടുമായിരുന്നില്ല എന്ന് തന്നെയാണ്
സംവിധായകൻ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചയാണ് ആദ്യമായി ഇവർ ഈ സിനിമ കാണുന്നത്. അതിനുശേഷം എന്ത് തീരുമാനമായിരിക്കും ഇവർ കൈക്കൊള്ളുക എന്നതിൽ ആയിട്ടായിരിക്കും തുടർ നടപടികളിലേക്ക് ഇവർ കടക്കുക. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റുന്നതിൽ ഒരു വ്യക്തമായിട്ടുള്ള കാരണം അത് ലഭ്യമാകണം, അതിനുവേണ്ടി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന കാര്യമാണ് ഇന്ന് പ്രധാനമായും ഇന്ന് സ്വീകരിക്കുന്ന ഹർജിയിൽ ഇവർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കും, 10 മണിയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. സുരേഷ് ഗോപിക്ക് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രമന്ത്രി ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഇടപെടുന്നതിൽ ചില പരിമിതികൾ ഉണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ ഇന്നലെ വ്യക്തമാക്കിയത്. എന്നാലും വലിയ വിഷമത്തിൽ തന്നെയാണ് വർഷങ്ങൾ നീണ്ട അവരുടെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സിനിമ വെള്ളിയാഴ്ച പുറത്തിറങ്ങേണ്ടത്. പക്ഷെ അത് ഒരു കാരണവുമില്ലാതെ ഇത് തടഞ്ഞു വെക്കുന്നതിൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടാനും ഇതിന്റെ ഡബിങ്ങിനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ആ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രയത്നം അത് ഉടനെ സിനിമയായി പുറത്തിറങ്ങുമ്പോൾ അതിൽ ഇത്തരത്തിലൊരു തടസ്സം വെക്കുന്നതിനെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് അവർ കാണുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംവിധായകരുടെ അസോസിയേഷനും ഒക്കെ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം പത്മകുമാർ എന്ന ഒരു സംവിധായകനും സമാനമായ രീതിയിൽ ഒരു വെല്ലുവിളി നേരിട്ടിരുന്നു. അതിൽ ജാനകി എന്ന പേര് മാറ്റിയാണ് പിന്നീട് അദ്ദേഹം സിനിമ ഒരു സംശയമുള്ളത്, ഇത് ഇവരോട് വാക്കാൽ മാറ്റാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതല്ലാതെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, നോട്ടീസിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ഈ വാക്കാൽ പറയുമ്പോൾ അതിനൊരു നിയമപരമായി എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നത് ഇന്ന് കോടതിയിൽ പ്രധാനമായും കോടതിയുടെ പരിഗണനയ്ക്ക് വരില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഈ അണിയറ പ്രവർത്തകർ പറയുന്നത്. വാക്കാൽ മാത്രമാണ് അവരോട് ഈ ജാനകി എന്ന പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൽ അവർ ഫോണിൽ പറഞ്ഞ റീസൺ ആണ്, അല്ലെങ്കിൽ പിന്നീട് അവരുമായി വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അറിഞ്ഞതാണ് ഹൈന്ദവ ദൈവമായ സീതയുടെ പേരാണ് ജാനകി, അത് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന തരത്തിലുള്ളൊരു വിശദീകരണം അതും അനൌദ്യോഗികമായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി ചോദിക്കുന്നത് ഇതിന്റെ രേഖകൾ എവിടെയെന്നായിരിക്കും. പക്ഷെ രേഖകളൊന്നും തന്നെയില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് സ്വാഭാവികമായും കോടതി ചോദിക്കും. അതിന് ഉള്ള മറുപടി കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയേ മതിയാകും. അത് തന്നെയാണ് ഈ അണിയറ പ്രവർത്തകരുടെ ആവശ്യം. അങ്ങനെ ജാനകി എന്ന പേര് മാറ്റുന്നത് എന്തുകൊണ്ടാണെന്നതിൽ കൃത്യമായി രേഖാമൂലം സെൻസർ ബോർഡ് തന്നെ വിശദീകരിക്കണം. എങ്കിൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന തീരുമാനത്തിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരും എത്തി നിൽക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതെന്ന് സെൻസർ ബോർഡിനോട് ചോദിക്കും. അവർക്ക് വിശദീകരണം നൽകിയേ മതിയാകും. മറ്റൊരു കാര്യം ശ്രീജ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം എമ്പുരാനാണ് ഇതിനു മുൻപ് ഇത്രയും വലിയ വിവാദം ഉണ്ടാകുകയും പിന്നീട് സെൻസർ ചെയ്ത് പുതിയ പതിപ്പ് ഇറക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് നന്ദി കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെ പേര് മാറ്റണമെന്ന് ഈ സുരേഷ് ഗോപി തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. ആ സുരേഷ് ഗോപിക്ക് തന്നെയാണ് തന്റെ ചിത്രം പോലും പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നവമി, ഇതിൽ പരിമിതിയുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നു, അണിയറ പ്രവർത്തകർ പറയുന്നു സുരേഷ് ഗോപിക്ക് പരിമിതി ഉണ്ടെന്ന്. പക്ഷെ അപ്പോഴും ആ കേന്ദ്രമന്ത്രിയാണ്, ഒപ്പം ആ ചിത്രത്തിലെ പ്രധാന നടൻ എന്ന നിലയ്ക്ക് നമ്മൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തിൻ്റെ പരിമിതി എന്താണ്? കൃത്യമായി ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണെങ്കിൽ ആ സിനിമ ഇറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹവും മറുപടി പറയേണ്ടതല്ലേ? തീർച്ചയായും ശ്രീജ, ഇതുവരേക്കും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ യോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ആദ്യം ഇതിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത്. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടി ആയതിനാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നില്ല. പകരമാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടതെന്നാണ് വ്യക്തമാക്കിയത്. ഇവർ പറയുന്നത്
സംവിധായകൻ MP പത്മകുമാർ അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും അദ്ദേഹം സമാനമായൊരു വെല്ലുവിളി നേരിട്ടു. അവസാനം നായികയുടെ പേര് ജയന്തി എന്നാക്കി മാറ്റേണ്ടി വന്ന ഗതികേടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ശ്രീ പത്മകുമാർ, ഇന്ന് ഈ വിഷയം കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് ഏറ്റവും അവസാനം നമ്മളൊക്കെ ആശ്രയിക്കുന്നത് കോടതിയാണല്ലോ. ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമുണ്ടായാൽ അത് താങ്കൾക്ക് കൂടി ആശ്വാസമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് CBFC പോലൊരു ഒരു ഏജൻസിയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കോടതിയിൽ നിന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, മാഡം പറഞ്ഞതാണ് ശരി. ഗതികെട്ട ഒരു സംവിധായകൻ എന്നൊരു വാക്ക് കറക്റ്റാണ്. കാരണം കോടതി എന്ത് തീരുമാനം എടുത്താലും എന്റെ ഗതികേട് മാറില്ല. എന്നെ പോലെ ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ ഒരുപാട് സംഘടനകൾ സപ്പോർട്ട് ചെയ്യില്ലാത്ത ആൾക്കാർക്ക് അത് ഏത് വിധിയും നമുക്ക് ആശ്വാസം തരില്ല. പിന്നെ സുരേഷ് ഗോപി സാറിന്റെ മൗനം അത് സ്വാഭാവികമാണ്. കാരണം അദ്ദേഹത്തിന് ജാനകി എന്നൊരു പേര് തിരിച്ചു കിട്ടിയാൽ സുരേഷ് ഗോപി എന്നൊരു മന്ത്രി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അഥവാ തിരിച്ചു കിട്ടിയില്ലെങ്കിലും അദ്ദേഹം എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് വലിയ അതിശയമാണ്. പിന്നെ ഇവർ ഈ ഷോ കോസ് നോട്ടീസ് കിട്ടാതെ കോടതിയെ സമീപിച്ചാൽ കോടതി എത്രമാത്രം അത് ചെവിക്കൊള്ളൂ എന്നറിയില്ല. അവർക്ക് പറയാവുന്ന ഒരു വാദം ഇത്ര ദിവസമായിട്ടും 7 ദിവസത്തോളമായിട്ടും സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്നൊരു മറുപടി കിട്ടിയില്ല എന്നാണ് അവർക്ക് കോടതിയോട് പറയാൻ പറ്റുന്നത്. താങ്കൾക്ക് ഈ പ്രശ്നം വന്നപ്പോൾ ഇവർ ഈ വാക്കാൽ നിർദ്ദേശം, ഇപ്പോ ഈ JSK ടീമിനോടും അവർ വാക്കാലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ വാക്കാൽ നിർദ്ദേശം എന്നത് എങ്ങനെയാണ്? അതിന്റെ ആ ഒരു വെർബാറ്റം എന്താണ്? നിങ്ങൾ ഇത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണോ, അതോ നിങ്ങൾ മാറ്റിയേ തീരൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻസർ തരില്ല എന്നാണോ? എന്താണ് ഇവർ പറയുക? എനിക്ക് ജാനകി മാത്രമായിരുന്നില്ല പ്രശ്നം, എനിക്ക് ഏബ്രഹാമും പ്രശ്നമായിരുന്നു. ജാനിയും ഏബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധത്തെ, അത് ഏതു തരം ബന്ധമായാലും ആരൊക്കെ അസ്വസ്ഥമാക്കിയിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുവെയും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘടന എന്തായാലും ഇത് പറയില്ല. കാരണം ശ്രീധരൻപിള്ള സാറിനെ പോലുള്ള പലരെ എനിക്കറിയാം. അവരുടെ ഓരോ അജണ്ടകൾ തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. കാരണം അതൊരു പക്ഷെ കേന്ദ്രത്തിന്റെ നിർദ്ദേശമായിരിക്കാം. കേന്ദ്രത്തിന്റെ നിർദ്ദേശം അങ്ങനെ നിലനിൽക്കുമ്പോൾ സെൻസർ ബോർഡ് ഒരിക്കലും ഒരു ഏബ്രഹാമും ജാനകിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കാനും അല്ലെങ്കിൽ ജാനകി ഒരു ഹിന്ദു കർമ്മം ചെയ്യുന്നിടത്ത് എന്നോട് ഇവർ ചോദിച്ച പോലെ ഏബ്രഹാമിനോട് നിൽക്കാനുള്ള അധികാരം എന്താണെന്നും ചോദിക്കില്ലായിരുന്നല്ലോ. അപ്പൊ ഇത് ഏതെങ്കിലും ബ്യൂറോക്രാറ്റ്സുകളുടെ മനസ്സിൽ തെളിഞ്ഞ ചില ചിന്തകൾ മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി സാറിന്റെ മൗനം അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം എന്ത് മറുപടിയാണ് പറയേണ്ടത്? ബേസിക്കലി അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ഭാഷയിൽ അഭിനയിക്കാനോ പ്രതികരിക്കാനോ അറിയാത്തതാണ് അദ്ദേഹം ഇന്ന് ശ്വാസം മുട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് ഇവരുടെ ഒരു നിർദ്ദേശം എങ്ങനെയാണ് വരുന്നത്, ആ വാക്കുകൾ എന്താണ് എന്നതായിരുന്നു എന്റെ ഒരു ചോദ്യം. അതായത് ഇതിനൊരു സമ്മർദ്ദത്തിന്റെ ഭാഷയാണോ അതോ ഭീഷണിയുടെ ഭാഷയാണോ? എന്റെ കയ്യിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ കോള് റെക്കോർഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇവർ എന്നെ വിളിക്കുന്ന കോൾസ് എല്ലാം അൺഒഫീഷ്യൽ കോൾസ് ആണ്. ഇപ്പൊ എന്തെങ്കിലും എനിക്ക് തെളിവ് ആവശ്യം വരുമെന്ന് വരികയാണ്, അവിടുത്തെ സിഇഒയുടെ നമ്പർ ഞാൻ റെക്കോർഡ് ചെയ്ത്. ഇപ്പൊ ഇവരുടെ ഒരു ഭാഷ പറയുന്നത്, അതായത് ജാനകി എന്ന് പറയുന്ന അറിയാമല്ലോ, ഒരു ഹിന്ദു എമോഷണൽ വാല്യൂ ഉള്ളതാണ്. പിന്നെ ഈ എബ്രഹാം പോലുള്ള ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് ശരിയല്ല. ഇങ്ങനെയാണ് ഇവരുടെ സംസാരം എന്ന് പറയുന്നത്. എല്ലാം അൺഒഫീഷ്യൽ കോൾസ് ആണ്. വാട്സപ്പിലാണ് അവർ വിളിക്കുന്നതെല്ലാം. നമ്മളെ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയും ഇതുപോലെ ഇന്ന ആളുടെ നമ്പറാണ്, അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കണം, വാട്സപ്പിൽ മാത്രമേ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. ഒരു സംശയം ശ്രീ പത്മകുമാർ, അങ്ങ് മുമ്പും സിനിമ ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ ഇങ്ങനെ സംവിധായകനുമായി ഫോണിൽ സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അവർ ആ സിനിമ കാണുന്നു, അതൊരു ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ സിനിമ നിഷ്പക്ഷമായി വിലയിരുത്തുന്നു, അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് തരുന്നു. ഇതായിരുന്നു എൻ്റെ ധാരണ. ഇങ്ങനെ ഈ ഫോണിൽ വിളിച്ച് സെൻസർ ബോർഡ് അംഗങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരോ സംവിധായകരുമായി സംസാരിക്കുന്നതൊക്കെ മുൻപും ഉണ്ടായിരുന്നതാണോ അതോ ഇതിപ്പോ പുതുതായി വരുന്ന ചില പ്രവണതകളാണോ? അല്ല, ഞാനും സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നു 2 മാസം മുമ്പ് വരെ. സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം പുറത്തായിരിക്കും നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ചർച്ച ചെയ്യും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആർഒയുടെ നേതൃത്വത്തിൽ നമ്മളോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അവരെ വിളിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഭാഗം മോശമാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ പറയും ഇന്ന ഭാഗം സിനിമയിൽ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് മ്യൂട്ട് ചെയ്യണം, അല്ലെ ഇന്ന കാര്യം റീപ്ലേസ് ചെയ്യണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സെൻസർ ഓഫീസർ ബോംബെ ഹെഡ് ഓഫീസിലോട്ട് ഇതിന്റെ റിപ്പോർട്ട്സ് അയച്ചു കഴിയുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഷോ കോസ് നോട്ടീസ് വരുന്നത്. അവിടെ നിന്നും ഒഫീഷ്യലി നമ്മുടെ മെയിലിലേക്ക്, പ്രൊഡ്യൂസറുടെ മെയിലിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതിനനുസരിച്ച് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ഓരോന്നിനും ഓരോ ഘട്ടങ്ങളായിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടാതെ വന്നാണ് എന്റെയും പ്രശ്നം, ഒരുപക്ഷെ JSKയുടെയും പ്രശ്നം. ഇത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇവർ ഒഫീഷ്യലി അറിയിക്കാതെ വരുമ്പോൾ അൺഒഫീഷ്യലി ഇവരെ ഏൽപ്പിക്കുന്നത് ROയാണ് ഏൽപ്പിക്കുന്നത്. ROയോട് പറയും
ഇന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയാം. അപ്പൊ എന്നെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസറാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനൊരു കാര്യം ബോംബെ ഓഫീസിൽ നിന്നും ഹെഡ് ഓഫീസിൽ നിന്നും അവർക്കൊരു അഭിപ്രായമുണ്ട്, അവർ പറഞ്ഞ് ഇന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് മാറ്റണം എന്നൊക്കെ പറയുന്നു. ഇവർ അൺഒഫീഷ്യലി ആദ്യം ROയെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ നമ്മൾ സമ്മതിക്കാതെ വരുമ്പോൾ പിന്നെ എവിടെ നിന്നൊക്കെയോ കോളുകൾ വരും. അങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ രീതി. ശരി, എന്തായാലും ഇന്ന് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഔദ്യോഗിക രേഖയില്ല ഈ ടീമിൻ്റെ കയ്യിൽ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അപ്പോൾ റിലീസ് തടഞ്ഞത്, അല്ലെങ്കിൽ റിലീസ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിന് ഉത്തരം എന്തായാലും CBFCയോട് കൂടി ചോദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപിയുടെ ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി വൈകുന്നതിലാണ് നിർമ്മാതാക്കൾ ഹർജിയുമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്തെ വിമാനത്താവളങ്ങളിലെ ഓഡിറ്റിൽ ഗുരുതര വീഴ്ച കണ്ടെത്തി സിവിൽ ഏവിയേഷൻ വിഭാഗം. വിമാനങ്ങളിൽ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂനതകൾ സമയബന്ധിതമായി പരിഹരിക്കപ്പെടുന്നില്ലെന്നും വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു. അഹമ്മദാബാദിൽ ഉണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിന് ശേഷമാണ് DGCA ഈ ഓഡിറ്റ് ആരംഭിച്ചത്. ഡൽഹി, മുംബൈ ഉൾപ്പെടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ജൂൺ 19 മുതൽ നടത്തിയ ഓഡിറ്റിലാണ് നിരവധി സുരക്ഷാ പരിപാലന പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. വിമാന പ്രവർത്തനങ്ങൾ, വായുസഞ്ചാര യോഗ്യത, റാമ്പ് സുരക്ഷ, എയർ ട്രാഫിക് നിയന്ത്രണം, ആശയവിനിമയം, പ്രീ ഫ്ലൈറ്റ് മെഡിക്കൽ പരിശോധനകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയാണ് പരിശോധിച്ചത്. ഒരു വിമാനത്താവളത്തിൽ തടസ്സപരിധി ഡാറ്റ 3 വർഷമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. ചുറ്റുമുള്ള പ്രദേശത്ത് പുതിയ നിർമ്മാണങ്ങൾ നടന്നിട്ടും ഒരു സർവേയും നടത്തിയില്ല. ടയറുകൾ തേഞ്ഞുപോയതിനാൽ ഒരു ആഭ്യന്തര വിമാനം വൈകി. ഒരു വിമാനത്താവളത്തിൽ റൺവേയിലെ സെൻട്രൽ ലൈൻ മാർക്കിംഗ് മാഞ്ഞ നിലയിലാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. സീറ്റുകൾക്കിടയിൽ ലൈഫ് വെസ്റ്റുകൾ ശരിയായി ഉറപ്പിച്ചിട്ടില്ല. ഗ്രൗണ്ട് ഹാൻഡലിംഗ് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കണ്ടെത്തി. ലൈറ്റുകൾ നേരായ ദിശയിലല്ല. വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ ഇല്ല. ഇതിനു പുറമെ ത്രസ്റ്റ് റിവേഴ്സറുകൾ, ഫ്ലാപ്പ് സ്ലാറ്റ് ലിവറുകൾ തുടങ്ങിയ ഉപയോഗശൂന്യമായ സംവിധാനങ്ങൾ ശരിയായി ലോക്ക് ചെയ്തിട്ടില്ലെന്നും DGCA കുറ്റപ്പെടുത്തി. ഒരു സിമുലേറ്റർ വിമാന കോൺഫിഗറേഷനുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് റെഗുലേറ്റർ കണ്ടെത്തി. സോഫ്റ്റ്വെയർ നിലവിലെ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ബാഗേജ് ട്രോളികൾ, ബെൽറ്റ് ലോഡറുകൾ തുടങ്ങിയ ഗ്രൗണ്ട് ഹാൻഡലിംഗ് ഉപകരണങ്ങളും ഉപയോഗശൂന്യം. ഇങ്ങനെ നീളുന്നു DGCA കണ്ടെത്തലുകൾ. DGCA ജോയിന്റ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ 2 ടീമുകളായാണ് പരിശോധന നടത്തിയത്. അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിന് ശേഷമാണ് DGCA ഓഡിറ്റിംഗ് ആരംഭിച്ചത്. ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബത്തിന് ആദ്യ സഹായം എത്തിച്ച് ഡോക്ടർ ഷംഷീർ വയലിൽ. BJ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും പരിക്കേറ്റവർക്കുമുള്ള 6 കോടി രൂപയുടെ സഹായം കൈമാറി. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ മീനാക്ഷി പരീഖ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാകേഷ് S. ജോഷി, ജൂനിയർ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ദുരന്തത്തിനിരയായവർക്ക് കുടുംബ സഹായം നൽകിയത്. എയർ ഇന്ത്യ ദുരന്തം ആഘാതമേൽപ്പിച്ചവർക്ക് ലഭിക്കുന്ന ആദ്യ സാമ്പത്തിക സഹായമാണ് VPS സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീറിൻ്റേത്. ഇടവേള. ഒരു മാധ്യമ ചരിത്ര നേട്ടത്തിലേക്ക് കുതിച്ചുയരാൻ ശുഭാംശു ശുക്ല. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ആക്സിയം 4 വിക്ഷേപിക്കും. നേരത്തെ 5 തവണയാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. നാസ, ഇസ്രോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവരുടെ സഹകരണത്തോടെ മനുഷ്യനെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ആക്സിയം 4 മിഷന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ്, ഒരുപക്ഷെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സുധാംശുവിൻ്റെ പ്രായമുണ്ട് ആ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു ഇന്ത്യൻ വംശജൻ പോകുമ്പോൾ അത് നാളേക്ക് ഗഗൻയാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ദൗത്യങ്ങളിലേക്കുമുള്ള ഒരു നിർണായക ചുവടുവയ്പ് കൂടിയായിരിക്കും. എത്രത്തോളം പ്രതീക്ഷയിലാണ് ലോകം?
തീർച്ചയായിട്ടും ശ്രീജ, 1984 രാകേഷ് ശർമ്മ ആദ്യമായി ഇത്തരത്തിൽ ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു ചരിത്ര നേട്ടം അതിനുശേഷം വീണ്ടും ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പേരായി മാറാനിരിക്കുകയാണ് ശുഭാംശു ശുക്ലയുടെ പേര്. അതിന്ന് എല്ലാം കൃത്യമായി എല്ലാം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12:01 ആ ഒരു ദൗത്യം അത് നടക്കും കൃത്യമായി തന്നെ. അത് ഇന്ന് ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെൻറ്ററിലുള്ള ലോഞ്ചിങ് പാഡ് 39A നിന്നാണ് ഇതിൻ്റെ വിക്ഷേപണം നടക്കുക. ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇതിൻ്റെ വിക്ഷേപണം ഉണ്ടാവുക. ഇത് റീയൂസബിൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ആയിരിക്കും. അതായത് ഇവരെ ഇതിൻ്റെ പേടകത്തിൽ അത് സ്പേസിലേക്ക് എത്തിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന തരത്തിലായിരിക്കും ഈ ഒരു റോക്കറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ഇവരെ തിരിച്ച് ഡോക്കിംഗ് നടക്കുന്ന പേടകത്തിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് എക്സിൻ്റെ പേടകത്തിലാണ് ഇവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ ഡോക്കിംഗ് നടക്കുന്ന സമയമെന്ന് പറയുന്നത് നാളെയാണ്. നാളെ ജൂൺ 26 വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ ഡോക്കിംഗ് പ്രക്രിയകൾ പൂർത്തിയാവുക. ശുഭാംശു ശുക്ലയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു മിഷൻ്റെ പൈലറ്റായി പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ്. ഇതിൻ്റെ സാരഥിയായി ഈ ലോഞ്ചിങ്ങിനാണെങ്കിലും അവിടെയുള്ള ഡോക്കിംഗ് പ്രക്രിയയിലെ ആണെങ്കിലും എല്ലാത്തിലും ഒരു മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് ശുഭാംശു ശുക്ലയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന മിഷനാണ് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ 14 ദിവസം വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതൊരു സ്വകാര്യ ഏജൻസി ആയിട്ടുള്ള ആക്സിയം സ്പേസുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള ഒരു മിഷനാണ്. ഇതിനകത്ത് ഇപ്പോൾ ആക്സിയം സ്പേസിനോടൊപ്പം ISRO, അതുപോലെ നാസ, പിന്നെ യൂറോപ്യൻ സ്പേസ് പോലെയുള്ള സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വിക്ഷേപണം നടക്കുന്നത്. മൊത്തത്തിൽ 4 പേരാണ് ഈ മിഷനിൽ പങ്കെടുക്കുന്നത്. 4 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മിഷന് നേതൃത്വം നൽകുന്നത് പെഗി വിൽസൺ ആണ്. അവരും വളരെയധികം ഒരു സുപരിചിതയാണ് എല്ലാവർക്കും. നമ്മളെ സുനിത വില്യംസിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിതയാണ് ഈ പെഗി വിൽസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ 14 ദിവസത്തെ എല്ലാ മിഷനും നടക്കുന്നത്. ഇവർ മെയ് 25 മുതൽ തന്നെ ഈ 4 ബഹിരാകാശ യാത്രികളും ക്വാറന്റൈനിൽ കഴിയുകയാണ്. മെയ് 29 ആദ്യമായി ഈ വിക്ഷേപണത്തിൻ്റെ തീയതിയായി നിശ്ചയിച്ചിരുന്ന സമയം. എന്നാൽ വിവിധങ്ങളായിട്ടുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് യൂണിറ്റിൽ വന്ന പ്രശ്നങ്ങളെല്ലാം കാരണം ഇതിൻ്റെ ഒരു വിക്ഷേപണം പല തീയതികളിലായി മാറ്റിവെക്കുകയായിരുന്നു. ആദ്യം ഇതിൻ്റെ വിക്ഷേപണം ജൂൺ 8 മാറ്റി, പിന്നെ ജൂൺ 9, പിന്നെ 10, 11, 12 അങ്ങനെ 6 തവണ മാറ്റിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി മാറ്റിവെച്ചത് ജൂൺ 22 നിന്നാണ് ഇപ്പോൾ ജൂൺ 25 ആയിരിക്കുന്നത്. ഇന്ന് കൃത്യമായി എല്ലാം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു നേട്ടമായി മാറും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടി ആവുകയാണ് ഈ ഒരു നേട്ടത്തിലൂടെ ശുഭാംശു ശുക്ല. ഇതിനു മുമ്പേ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നുള്ള നേട്ടം ശുഭാംശു ശുക്ല ഈ മിഷൻ ഇന്ന് കൃത്യമായി നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ആ ഒരു കാര്യത്തിൽ രേഖപ്പെടുത്തും. ശ്രീജ. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. അഭിമാനത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ദിവസം ആ അഭിമാന നേട്ടത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ പറന്നുയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഉച്ചയ്ക്ക് 12:01 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ല അടങ്ങുന്ന സംഘം പുറപ്പെടും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒന്നതാണെങ്കിൽ മറ്റൊന്ന് ഇന്നൊരു ഇരുണ്ട ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയുള്ള ദിവസമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് 1/2 നൂറ്റാണ്ട് തികയുകയാണ്. 1975 ജൂൺ 25 അർദ്ധരാത്രിയിലായിരുന്നു കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 21 മാസങ്ങൾ നീണ്ട ആ അടിയന്തരാവസ്ഥ ഇന്ത്യ ചരിത്രത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കും. രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ അധികാരമേറ്റ ഭരണാധികാരി ഏകാധിപതിയായാൽ എന്താകും സ്ഥിതിയെന്ന് സ്വതന്ത്ര ഇന്ത്യ കണ്ടത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയിലൂടെയാണ്. 1971
2/3 ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിലെത്തിയ ഇന്ദിരാഗാന്ധി സർക്കാർ ഭരണത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങളെയും വിമർശനങ്ങളെയും നേരിടാനാണ് അക്കാലത്ത് ജനാധിപത്യത്തെ മണ്ണിട്ട് മൂടിയത്. 73-ൽ ഇന്ദിരാഗാന്ധി ജുഡീഷ്യറിയിൽ കൈവച്ചപ്പോഴാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് കടക്കുകയാണെന്ന് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയുന്നത്. ഏറ്റവും മുതിർന്ന 3 സുപ്രീം കോടതി ജഡ്ജിമാരെ മറികടന്ന് തനിക്ക് വേണ്ടപ്പെട്ട A.N. റേയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചതായിരുന്നു തുടക്കം. പിന്നീട് ഗുജറാത്തിൽ ചമൻഭായി പട്ടേലിനെതിരായും ബീഹാറിൽ സർക്കാരിനെതിരായും ഉയർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ജോർജ് ഫെർണാണ്ടസ് നയിച്ച റെയിൽവേ സമരത്തെ അടിച്ചമർത്തിയത്, റെയിൽവേ മന്ത്രിയായ മിശ്ര ഉൾപ്പെട്ട പോണ്ടിച്ചേരി ലൈസൻസ് അഴിമതിയും പിന്നീട് മിശ്രയുടെ കൊലപാതകവും ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ സമരവും ഇന്ദിരാഗാന്ധി സർക്കാരിന് വലിയ തലവേദനയായി. ഇതിനെല്ലാം പുറമെയാണ് ഇന്ദിരാഗാന്ധിയെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് 6 വർഷത്തേക്ക് വിലക്കി അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. 1971-ലെ തിരഞ്ഞെടുപ്പ് കാലത്ത് റായ്ബറേലിയിൽ ജയിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന കേസിലായിരുന്നു വിധി. രാഷ്ട്രീയ സാഹചര്യവും കോടതി വിധിയും എതിരായതോടെ അധികാരം നിലനിർത്താൻ ഇന്ദിര കണ്ടെത്തിയ പോംവഴിയായിരുന്നു അടിയന്തരാവസ്ഥ. ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് പോലും വിളിച്ചു ചേർക്കാതെയാണ് രഹസ്യമായി അർദ്ധരാത്രി അവർ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്ത 21 മാസം ഇന്ദിരാഗാന്ധിയോടും സഞ്ജയ് ഗാന്ധിയോടും അടുപ്പമുള്ള നേതാക്കളും ഭരണാധികാരികളും രാജ്യത്തെ ഞെരിച്ചമർത്തി. പ്രതിപക്ഷ നേതാക്കളോ പൊതുബുദ്ധിജീവികളോ പൗരാവകാശ പ്രവർത്തകരോ മാത്രമല്ല ജയിലിലാക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. മറിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ഭരണകൂട അധികാരത്തിന്റെ ഇരകളായി മാറി. ഇക്കാലത്ത് കേരളത്തിലും പോലീസ് പീഡനത്തെ തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടു. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന പി രാജൻ വാര്യരെ നക്സൽ എന്നാരോപിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയതും അവിടെ വെച്ച് ആ യുവാവ് കൊല്ലപ്പെട്ടതും അക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നതും ചരിത്രമാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ നേതാക്കളും അന്ന് പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായിരുന്നു. തിരഞ്ഞെടുപ്പ് അയോഗ്യതയെ മറികടക്കാൻ 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിനെ പൊളിച്ചെഴുതിയത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീട്ടിവെച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത്, തമിഴ്നാട്ടിലെ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടത്, ഗുജറാത്തിലെ ബാബുഭായ് പട്ടേലിന്റെ സർക്കാരിനെ മറിച്ചിട്ടത്, വാർത്താ പ്രക്ഷേപണ മന്ത്രിയെ ചൊടിപ്പിച്ചെന്ന കാരണത്തിൽ കിഷോർ കുമാറിന്റെ പാട്ടുകളെ ആകാശവാണിയിൽ നിരോധിച്ചത്, അങ്ങനെ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇക്കാലത്തിന്റെ ബാക്കി പത്രമാണ്. രാജ്യത്ത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥ അഴിഞ്ഞാടിയിട്ട് 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് ഫാസിസം എന്താണെന്ന് പഠിക്കാൻ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും തേടേണ്ട കാര്യമില്ല. 75-ലെ ഇന്ത്യ ചരിത്രത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ മതി. അഭിലാഷ് രാധാകൃഷ്ണൻ, ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടക്കൊച്ചി ആഷിഖ് കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തുടയിലേറ്റ വെട്ടാണ് മരണകാരണം. മുൻകൂട്ടി തീരുമാനിച്ചാണ് കൊലപാതകം. ഭർത്താവിന്റെ നിർബന്ധപ്രകാരമാണ് ആഷിഖിനെതിരെ പീഡന പരാതി നൽകിയതെന്ന് ഷഹാന മൊഴി നൽകി. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ ആഷിഖിന്റെ കൊലപാതകം. ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഷഹാനയും ഷിഹാബും ചേർന്ന് തന്നെയാണ് ആഷിഖിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ ഭർത്താവ് ഷിഹാബിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സമ്മർദ്ദപ്രകാരമാണ് ഷാഹിന ആഷിഖ് തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസിന് പരാതി നൽകിയത്. അതിനെ തുടർന്ന് 21 ദിവസമാണ് ആഷിഖ് റിമാൻഡിൽ കഴിഞ്ഞത്. ഇതിനെ തുടർന്ന് പുറത്തിറങ്ങിയ മരിച്ച ആഷിഖ് ഈ ഷിഹാബിനെയും ഭാര്യ ഷഹാനയെയും ഭീഷണിപ്പെടുത്തി. ഷഹാനയുടെ നഗ്ന ചിത്രങ്ങൾ തന്റെ പക്കലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷഹാന പറയുന്നത്. ഇതിനെ തുടർന്നാണ് പ്രകോപനം കൊണ്ട ഷിഹാബ് ആഷിഖിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ആഷിഖിന്റെ തുടയിലേറ്റ വെട്ടാണ് മരണകാരണമെന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ആഴത്തിലുള്ള മുറിവുകൾ, ഞരമ്പ് മുറിഞ്ഞു പോവുകയും അമിതമായ രക്തസ്രാവം ഉണ്ടായി ആഷിഖ് മരിക്കുകയും ചെയ്തു എന്നാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുകയും ചെയ്തത്. എന്തായാലും കുടുംബം ചില സംശയങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്തുകയും
ഇന്നലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ചോദ്യം ചെയ്യലിൽ തന്നെ ഭർത്താവ് ഷിഹാബ് കുറ്റം സമ്മതിച്ചു. താനാണ് ആഷിഖിനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഷാഹിനയ്ക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ആഷിഖിനെ വിളിച്ചു വരുത്തുകയും ഇതിലൊരു ഗൂഢാലോചന നടത്തുകയും ചെയ്തത് ഷാഹിനെയാണെന്നും പോലീസിന് കണ്ടെത്തുകയെന്ന സാഹചര്യമായി. എന്തായാലും ഇന്ന് കോടതിയിൽ ഇരുവരെയും ഹാജരാക്കിയ ശേഷം കൂടുതൽ തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിനു വേണ്ടിയും കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയും പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ആഷിഖിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിൽ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോതമംഗലം പൂയംകുട്ടിയിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ചപ്പാത്തിലൂടെ നടന്നു വരുമ്പോഴാണ് യുവാവിനെ കാണാതായത്. ശക്തമായ മഴയെ തുടർന്ന് രാത്രി ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരുന്നു. വിവരങ്ങളുമായി ടാൽസൺ പി മാത്യു കോതമംഗലത്ത് നിന്ന്. ടാൽസൺ, എന്താണ് വിശദാംശങ്ങൾ? ഇത് എത്രത്തോളം ആഴമുള്ള ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്? എന്താണ് നമുക്ക് ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായി ഇത് എത്രത്തോളം പ്രശ്നമുള്ളൊരു സ്ഥലമാണ്? ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം നടന്നത്. ഇന്നലെ രാത്രി ശക്തമായ മഴയെ തുടർന്ന് പാലം വെള്ളത്തിനടിയിലായിരുന്നു. ഈ സമയം വണ്ടികളൊന്നും പ്രവേശിക്കാത്ത സമയമായതുകൊണ്ട് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്, ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ബസ് ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ഈ സമയത്ത് ആണ് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലായിരിക്കാം. ആ സമയത്ത് പാലത്ത് വെള്ളം കുറവായിരുന്നു, എങ്കിലും ഒഴുക്കപ്പെടുകയായിരുന്നു. ആളെ ഇപ്പൊ പോലീസും ഫയർഫോഴ്സും എല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചപ്പാത്തിൽ നിന്ന് ഈ വെള്ളം ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? വെള്ളം കുത്തി ഒഴുകി നല്ല ശക്തമായ ഒഴുക്കുണ്ട്. ഈ നേരെ പെരിയാറ്റിലേക്കാണ് ഈ വരുന്നത്, കൂത്താങ്കട്ട് മേഖലയിലേക്ക്. ശരി, തെരച്ചിൽ തുടരുകയാണ്. ചപ്പാത്തിലൂടെ നടന്നു വരുമ്പോഴാണ് യുവാവിനെ കാണാതായത്. കോതമംഗലം പൂയംകുട്ടിയിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്തിലാണ് അപകടം ഉണ്ടായത്. ടാൽസനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുളനടയിൽ മത്സര ഓട്ടത്തിനിടെ വയോധികനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. 16-കാരൻ ഓടിച്ച ബൈക്കാണ് അപകടമുണ്ടാക്കിയത്. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എപ്പോഴായിരുന്നു സംഭവം? കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. 16-കാരൻ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. റോഡ് മുറിച്ചു കടന്ന ഒരാളെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ആൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതുപോലെ വാഹനം ഓടിച്ച ആൾക്കും നിസ്സാര പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത ആ ഒരു പയ്യനാണ് വാഹനം ഓടിച്ചത്. ഇത് മത്സര ഓട്ടത്തിലാണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റൊരു ബൈക്കിൽ 2 പേർ വലിയ വേഗതയിൽ പോകുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടു പിന്നാലെ വന്ന ആ ബൈക്കാണ് ഇടിച്ചത്. പരിക്ക് പറ്റി, ഇടുക്കലിനും പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യമാണ് ഉള്ളത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീജ. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട്. 371 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് വിക്കറ്റ് നഷ്ടപ്പെടാതെ 21 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ ഇന്ത്യ അനായാസമാണ് നേരിട്ടത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ബെൻ ഡക്കറ്റും സാക് ക്രോളിയും ചേർന്ന് 188 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഡക്കറ്റ് 149 റൺസ് എടുത്തു. ക്രോളി 65 റൺസ് എടുത്ത് പുറത്തായി. 53 റൺസ് എടുത്ത് വിജയം വരെ ക്രീസിൽ തുടർന്നു ജോ റൂട്ട്. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയും ഷാർദുൽ താക്കൂറും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2ാം ടെസ്റ്റ് ജൂലൈ 2-ന് ബർമിംഗ്ഹാമിൽ ആരംഭിക്കും. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡിവിഷൻസ് നോക്കിയാലോ. തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയായ തൃശക്കിന്റെ പിറന്നാളാണിന്ന്. ആശംസകളുമായി മാതാപിതാക്കളായ ആതിരയും കണ്ണനും ഒപ്പം ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ തൃശക്കിന്. അപ്പോൾ വാർത്തകൾക്ക് ഒരു ചെറിയ ഇടവേള കൊടുത്ത് നമ്മൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് പോവുകയാണ്. പോലീസ് പെട്രോൾ കാണാം.